മുണ്ടക്കൈയിൽ ഐബോ ഡ്രോൺ പരിശോധനയുമായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പരിശോധന നടത്തുന്നത് മണ്ണിനടിയിലുള്ള മനുഷ്യന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനു വേണ്ടി. ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം. വിവരങ്ങളുമായി സരീഷ് പി കെ ആണ് ചേരുന്നത്. സരീഷ്, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹം എത്തിയത് വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. മണ്ണിനടിയിലുള്ള ജീവസാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഐബോ ഡ്രോൺ ഉപയോഗിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ആ പരിശോധനയ്ക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ പൂർത്തിയായിരിക്കുകയാണോ? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, അല്പസമയത്തിനകം തന്നെ ഈ ഐബോർഡ് ഉപയോഗിച്ചുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കും. നിലവിൽ ഈ പരിശോധന നടത്തുന്നത് ഈ മണ്ണിനടിയിൽ ഏതെങ്കിലും രീതിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അതോടൊപ്പം തന്നെ ഈ മണ്ണിന് പുറത്ത് ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഉണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തുന്നതിനാണ് പരിശോധന നടത്തുന്നത്. നേരത്തെ തെർമൽ സ്കാനറൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ ഈ ഡ്രോണിൽ അത്തരത്തിലുള്ള പരിശോധനയല്ല നടക്കുന്നത്. മറിച്ച് ശരീരം അല്ലെങ്കിൽ മനുഷ്യാവശിഷ്ടം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധന നടക്കുന്നത്. മേജർ ജനറൽ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ ഡ്രോൺ, ഒരു ചെറിയ ഡ്രോണുണ്ട്, അത് ആദ്യം പരിശോധിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷമായിരിക്കും ഇതിൽ റഡാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഡ്രോൺ പറത്തുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ നിലവിൽ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുള്ള ശരീരങ്ങളുടെ ഭാഗങ്ങൾ പോലും ഇതിൽ നിന്നും കണ്ടെത്താനാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ റഡാറുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസീവറുകളൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബാറ്ററികൾ ഉൾപ്പെടെയുള്ളവ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ ഇത് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുക. അതിന് മുന്നോടിയായാണ് ഈ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മറ്റൊരു ഡ്രോൺ കൂടി പറത്തിയിരിക്കുന്നത്. അതിൽ നിലവിലെ ഒരു സാഹചര്യം, ഡ്രോൺ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് പറത്താനാകും, പല ഭാഗങ്ങളിലേക്കും പറത്തുന്നതിൽ തടസ്സമുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ സാധാരണ നിലയിൽ ദൃശ്യങ്ങൾ മാത്രം ചിത്രീകരിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യാവുന്ന ഒരു ഡ്രോൺ ആദ്യം പറത്തിയത്. അതിനുശേഷം ആണ് അത് തിരിച്ചെത്തി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിൽ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയില്ല എന്ന തീരുമാനം അല്ലെങ്കിൽ അത് നിർദ്ദേശിച്ചാൽ മാത്രമായിരിക്കും ഈ ഡ്രോൺ ഉപയോഗിക്കുക. ഇതിൽ നിലവിലെ ഒരു സാഹചര്യം, നേരത്തെ അർജുനെ കാണാതായപ്പോൾ ഷിരൂരിൽ സമാനമായി ഈ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും അവിടെ തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഇതിൽ ആദ്യഘട്ടത്തിൽ ഈ സാധാരണഗതിയിൽ ഈ സൈനിക ആവശ്യത്തിനായി മാത്രമാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിക്കാറ്. ഈ അതിർത്തി മേഖലകളിലൊക്കെ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തുക, ഈ കുഴിബോംബ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കാറ്. പക്ഷേ ഇത്തവണ അല്പം കൂടി മാറി മനുഷ്യ ശരീരം കണ്ടെത്തുക, ജീവൻ്റെ അംശം ഈ മണ്ണിനടിയിലുണ്ടോ എന്ന് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി ഈ ഡ്രോൺ പരിശോധന മാറുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. അന്ന് ഷിരൂരിൽ നടത്തിയത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ഡ്രോണിൽ തന്നെ തെർമൽ സ്കാനർ കൂടി ഉൾപ്പെടുത്തിയുള്ള പരിശോധനയായിരുന്നു നടത്തിയത്. ആ തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ വെള്ളത്തിനടിയിൽ ഈ അർജുൻ്റെ ശരീരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായായിരുന്നു അന്ന് പരിശോധന നടത്തിയത്. പക്ഷേ ഇന്ന് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഈ മണ്ണിനടിയിൽ ശരീരാവശിഷ്ടങ്ങളുണ്ടോ, അതോടൊപ്പം തന്നെ മണ്ണിന് പുറത്ത് നമുക്ക് നിലവിലെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഈ പുറത്തുള്ള ശരീരങ്ങൾ ഡ്രോൺ ക്യാമറയിലോ അല്ലെങ്കിൽ നിലവിൽ സാധാരണ അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിലുള്ള ഡ്രോണിലോ കൃത്യമായി പതിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ അതിർത്തിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കുഴിബോംബ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണിത്. അപ്പോൾ സ്വാഭാവികമായും അത്രത്തോളം ക്ലാരിറ്റി, അത്രത്തോളം സിഗ്നൽ സ്ട്രെങ്ത് എന്നിവ ഇതിനുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇതുപയോഗിച്ചുള്ള പരിശോധന നിലവിൽ നടത്തുന്നത്. അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യം
ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആദ്യം ആ ഡ്രോൺ പറത്തി നിലവിൽ ഈ അല്ലെങ്കിൽ AI ബോർഡ് ഘടിപ്പിച്ച ഡ്രോണിന് പറത്താനുള്ള സൗകര്യമുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള തടസ്സമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ഇന്ദ്രപാലിന് നേതൃത്വമുള്ള സംഘം. അപ്പോൾ അതിനുശേഷമായിരിക്കും ഈ ഡ്രോൺ തിരിച്ച് വന്നതിന് ശേഷമായിരിക്കും ഈ പുതിയ ഡ്രോൺ അല്ലെങ്കിൽ നിലവിൽ AI ബോർഡ് ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രോൺ പറത്തുക. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 200-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അവരെല്ലാം ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് പറയാനാവില്ല. സ്വാഭാവികമായും അത്തരത്തിൽ, അതായത് പല സമയത്തും ഈ പുഴയുടെ അല്ലെങ്കിൽ മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും, മലപ്പുറം ജില്ലയുടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും ശരീരാവശിഷ്ടങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പല ഭാഗങ്ങളിലായി ഈ ഡ്രോൺ പരിശോധന നടത്തുന്നത്. എന്തായാലും ആദ്യം ഈ ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിനായി അല്ലെങ്കിൽ നിലവിലൊരു സാഹചര്യം വിലയിരുത്തുന്നതിനായി പറത്തിയ ഡ്രോൺ അത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ ഈ ഡ്രോൺ പറത്തുന്നതിന്, അതായത് AI ബോർഡ് ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രോൺ പറത്തുന്നതിന് നിലവിൽ പ്രതിസന്ധികളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ ഘടിപ്പിച്ച അല്ലെങ്കിൽ ഈ ഡ്രോണുമായി ബന്ധപ്പെട്ട് നേരത്തെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആദ്യത്തെ ഡ്രോൺ ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരികയാണ്. അത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും, അതിൽ കൃത്യമായി ഈ നേരത്തെ തന്നെ പരിശോധന പൂർത്തിയാക്കി അതിപ്പോൾ തിരിച്ചെത്തിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ AI ബോർഡ് ഘടിപ്പിച്ചിരിക്കുന്ന റഡാർ പറത്താൻ നിലവിലെ ഒരു പ്രതിസന്ധിയുമില്ല എന്ന് ഉറപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ AI ബോർഡ് ഘടിപ്പിച്ച ഡ്രോൺ പറത്തും. പക്ഷേ ആ സമയത്ത് ഒരു തരത്തിലുള്ള ഫ്രീക്വൻസി ചേഞ്ച് സംഭവിക്കുന്ന ഒരു തരത്തിലുള്ള ചിത്രീകരണവും അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ളവ നടത്താൻ പാടില്ല എന്ന് കർശനമായൊരു നിർദ്ദേശം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഡ്രോൺ പറത്തുന്നതോടെ, അതായത് ഇപ്പോൾ ഈ നേരത്തെ വിഷ്വലുകൾ, അതായത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അയച്ച ഡ്രോൺ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഈ സംഘത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. സൈന്യം സാധാരണഗതിയിൽ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള കാടിൻ അല്ലെങ്കിൽ കാട് ഉൾപ്പെടുന്ന മേഖലയിൽ, അതിർത്തി പ്രദേശങ്ങളിൽ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡ്രോണാണ് ഇപ്പോൾ പറത്തിയിരിക്കുന്നത്. ആ ഡ്രോൺ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ ഒരുപക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പോലീസ് ഉപയോഗിക്കുന്ന ഡ്രോണിനേക്കാൾ എത്രയോ മടങ്ങ് ക്ലാരിറ്റിയുള്ള ദൃശ്യങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും. ആ ദൃശ്യങ്ങൾ ശേഖരിച്ചതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒരുപക്ഷേ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ ഈ മലയിടുക്കുകളിലോ വേരുകളിലോ ഒക്കെ മൃതശരീരങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ ശരീരഭാഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടെത്താൻ സാധിക്കുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ ആ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷമാണ് ആ ഡ്രോൺ തിരിച്ച് ഇപ്പോൾ ഈ മേഖലയിലേക്ക്, എവിടെയാണോ AI പരീക്ഷണം അല്ലെങ്കിൽ AI ബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്, ആ മേഖലയിലേക്ക് ഇപ്പോൾ ഡ്രോൺ തിരിച്ചെത്തിയിരിക്കുന്നതാണ്. ഇനി അടുത്തതായി അവർ അയക്കാൻ പോകുന്നത് AI ബോർഡ് ഉപയോഗിച്ചുള്ള ഡ്രോണാണ്. ആ ബോർഡ് ഉപയോഗിച്ചുള്ള ഡ്രോണിലാണ് കൃത്യമായി എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പരിശോധന നടത്തേണ്ടത്, അല്ലെങ്കിൽ സിഗ്നലുകൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ആ ബോർഡ് ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രോണിലായിരിക്കും. തീർച്ചയായും ഇനി അത് മാത്രമാണ് ഇനി ഉള്ളത്. തീർച്ചയായും ഇപ്പോൾ ഒരുപക്ഷെ ഇത് പറത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ക്യാമറ ചിത്രീകരണം പോലും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പറത്തുന്ന സമയത്ത് ഇത് തത്സമയം നൽകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ സംഘത്തിലെ മറ്റുള്ള ആളുകളുമായും അദ്ദേഹം ചർച്ച നടത്തുകയാണ്. ആ ചർച്ച നടത്തി അല്ലെങ്കിൽ ഇതെല്ലാം തയ്യാറാണ് എന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ആ വീഡിയോ ചിത്രീകരണം പൂർത്തിയാക്കി ആ ഡ്രോൺ തിരിച്ചെത്തി അതിൽ കൂടുതൽ പരിശോധനകൾ ഇവർ നടത്തുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടോ എന്ന് ഒരു തവണ കൂടി ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഡ്രോൺ എടുത്തു കഴിഞ്ഞു. അത് മറ്റൊരു പ്രതലത്തിലേക്ക്, നിലവിൽ ഘടിപ്പിച്ച പ്രതലത്തിൽ നിന്നും മറ്റൊരു പ്രതലത്തിലേക്ക് ഡ്രോൺ മാറ്റി സമമായ ഒരു മേഖലയിൽ നിന്നായിരിക്കും ഡ്രോൺ പറത്തുക. കാരണം നിലവിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ മരത്തിൻ്റെ പ്രതിസന്ധികളുണ്ട്, മരച്ചില്ലകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള
അതുകൊണ്ട് തന്നെ മറ്റ് ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റണം. മാറ്റി ചില്ലകളോ മറ്റ് പ്രതിസന്ധികളോ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ ഡ്രോൺ പറത്തുന്ന പ്രക്രിയയിലേക്ക് കടക്കുക. എന്തായാലും ഡ്രോൺ നിലവിൽ സ്ഥാപിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഡ്രോൺ അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇത് പറത്തും. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു പരിശോധന എന്ന് വേണം ഇതിനെ പറയാൻ. കാരണം ഏതെങ്കിലും രീതിയിൽ മണ്ണിനടിയിലോ അല്ലെങ്കിൽ മണ്ണിന് പുറത്തോ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടെത്താൻ ഏറ്റവും സഹായകമാകുന്ന ഒരു പരിശോധന കൂടിയാണ് ഇത്. അത്തരത്തിലുള്ളൊരു പരിശോധന പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായും പുറത്തോ അകത്തോ, മണ്ണിന് പുറത്തോ അകത്തോ ഏതെങ്കിലും രീതിയിൽ ശരീരാവശിഷ്ടങ്ങളുണ്ടെങ്കിൽ, ശരീരഭാഗങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താനാകും. നിലവിൽ ഈ ഡ്രോൺ ഏതാണ്ട് പുഴ ദിശ മാറി ഒഴുകിയ അതേ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ആ പുഴ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തണം. നേരത്തെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നത് ഈ പുഴക്കരയിൽ ഏതെങ്കിലും രീതിയിൽ ഈ ശരീരഭാഗങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയമായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇന്നലെയൊന്നും അത്തരത്തിൽ, അല്ലെങ്കിൽ ഇന്നലെ വരെ കൂടുതൽ മൃതശരീരങ്ങൾ ഈ ഭാഗത്ത് കണ്ടെത്താൻ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ മേഖലയിലെ ഈ പുഴയിലും പുഴയുടെ സമീപത്തും ഒരുപക്ഷെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ഇന്ദ്രബാലൻ ഈ ഡ്രോൺ സ്ഥാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഡ്രോൺ പറത്താൻ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്നും നിലവിൽ ഇവിടെ നിന്നും എല്ലാവരും മാറണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് തുടരണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ആളുകൾ ഇവിടെ നിന്നും മാറ്റണം എന്നൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ തീർച്ചയായും അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തീർച്ചയായും ഇവിടെ നിന്നും ആളുകൾ മാറുകയും ഡ്രോൺ പറത്തിയുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഏറ്റവും നിർണായകമാവുന്ന പരിശോധന കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പാലത്തിലേക്ക്, അതായത് സൈന്യം നിർമ്മിച്ചിരിക്കുന്ന പാലത്തിലേക്ക് കടക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ പാലത്തിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ പരിശോധന ഇവിടെ നിന്നും ആരംഭിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് ചുറ്റും ഏതെങ്കിലും രീതിയിൽ ആ സിഗ്നലുകളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കർശനമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ആളുകളെ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ അവിടെ അവസാനഘട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഫ്രീക്വൻസി, ഒപ്പം തന്നെ AI ബോർഡിൻ്റെ പ്രവർത്തനം, ഒപ്പം ഇതിൻ്റെ സ്ക്രീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനവട്ട പരിശോധന പൂർത്തീകരിക്കുകയാണ്. അതിന് സമീപത്തെ മൊബൈൽ സിഗ്നലുകൾ പോലും ചിലപ്പോൾ ഈ റഡാറിനെ, അല്ലെങ്കിൽ റഡാർ സിഗ്നലുകളെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഈ മൊബൈൽ സിഗ്നലുകൾ പോലും ഇതിൻ്റെ ഫ്രീക്വൻസിയെ കാര്യമായി ബാധിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മേഖലയിൽ നിന്നും മുഴുവൻ ആളുകളും മാറണം എന്നൊരു കർശനമായ നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ പരിശോധനയും പൂർത്തിയാക്കി ഇപ്പോൾ ഡ്രോൺ ഉയർത്താൻ തയ്യാറായി നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഡ്രോൺ പരിശോധന, അല്ലെങ്കിൽ ഡ്രോൺ പറത്തിയുള്ള പരിശോധന ആരംഭിക്കും. എല്ലാ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രീക്വൻസി ചേഞ്ച് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവരുത്, അല്ലെങ്കിൽ സാധനങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവരുത് എന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഇപ്പോൾ ആളുകളെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും
അല്പസമയത്തിനകം ഈ ഡ്രോൺ പറത്തിയുള്ള പരിശോധന ആരംഭിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിർത്തികളിൽ 2 തരത്തിൽ, ഒന്ന് കുഴി ബോംബ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ ഉതകുന്ന ലോഹം സാന്നിധ്യം ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ സാധിക്കുന്ന, അതോടൊപ്പം തന്നെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഡ്രോണാണിത്. അപ്പോൾ അതിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഉറപ്പിച്ചിരുന്ന സ്ഥലത്ത് ചില പ്രതിസന്ധികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഒരേ സമമായ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ഒരേ തരത്തിൽ ഡ്രോണിന് ഉയർത്താനാവുകയുള്ളൂ. ഏറെ ഭാരമുള്ള ഒന്നുകൂടിയാണ് ആ ഡ്രോൺ. അതുകൊണ്ട് തന്നെ ഈ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ പ്രതലത്തിൽ സമമായി നിൽക്കുന്ന പ്രതലത്തിൽ നിന്ന് മാത്രമേ ഇത് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് ചില പ്രതിസന്ധികൾ ഉള്ളത് കാരണമാണ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങൾ കാര്യമായി ഈ മേഖലയിൽ മുഴുവനായി ചെളി നിറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെളി നിറഞ്ഞ മേഖലയിൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഒരുപക്ഷെ കാണുമ്പോൾ അത്രയേറെ പ്രതിസന്ധി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ മേഖലയിൽ ഈ ഡ്രോൺ താഴ്ത്തുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഈ ചെളിയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അവിടെ നിന്ന് മാറാൻ കർശനമായ നിർദ്ദേശം പോലീസ് നൽകുകയാണ്. ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ മാറണം, മൊബൈൽ ഉൾപ്പെടെയുള്ളവ മാറ്റണം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സൈനികരും മാത്രമാണ് ആ മേഖലയിൽ ഉള്ളത്. ഏതാണ്ട് ഡ്രോണിൻ്റെ ബാറ്ററികൾ ഓൺ ചെയ്യുന്നു. ഡ്രോൺ പറത്തുന്നതിന് സജ്ജമാക്കിയിരിക്കുകയാണ്. ബാറ്ററികളും ഒപ്പം തന്നെ AI ബോർഡും ഓണാക്കി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ കൈകളിലുള്ള ലാപ്ടോപ്പുമായി ഘടിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ആ ഒരു ടെസ്റ്റ് ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിലാണ്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അല്പം മാത്രം ഉയർത്തിയൊരു ടെസ്റ്റ് ട്രാൻസ്മിഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ അത്തരത്തിൽ ഈ ഡ്രോൺ ഉയർന്ന് സമതലത്തിലായാൽ ഒരു പരിശോധന നടത്താറുണ്ട്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ മേഖല, അതായത് ഈ വേലി പാലത്തിന് സമീപം, സൈന്യം നിർമ്മിച്ച പാലത്തിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ മേഖലകളിൽ ആദ്യം ഒരു പരിശോധന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. നേരത്തെ ഈ മുകളിലേക്ക് പരിശോധന നടത്തും എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ മേഖലയിലാണ്, അതായത് വേലി പാലത്തിന് ഈ മലയുടെ താഴെ ബേലി പാലത്തിന് ശേഷം സൈഡിലായി ഇടതുവശത്തായുള്ള സ്ഥലത്താണ്, അതായത് പുഴ മാറിയൊഴുകിയ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങളാണ് സരീഷ് PK നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങളിലേക്കൊക്കെ തിരികെ എത്താം.